നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി അവർ നിങ്ങളുടെ പിന്നാലെയുണ്ടാകും, കള്ളനാക്കും, അഴിമതിക്കാരനാക്കും, എന്നിട്ടും തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരും. കുടുംബത്തിലുള്ളവരെയൊക്കെ തന്നെ വേട്ടയാടും, ഒടുക്കം കുടുംബത്തോടെ ഇല്ലാതാക്കും. നവീൻ ബാബുവിന്റെ ഗതിയാണ് ഹാരിസ് ചിറക്കലിന് വരാൻ പോകുന്നത്. ഡോക്ടർ ഹാരിസ് പൊട്ടിച്ച ബോംബ് ഇടതുപക്ഷത്തിന്റെ തലയിൽ വെള്ളിടുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ വൻ തിരിച്ചടിയായി മാറും. ഡോക്ടറിനെ സ്കെച്ചിട്ട് കഴിഞ്ഞു CPM. അദ്ദേഹത്തിനെതിരെ ഒരു പക്ഷം സൈബർ സഖാക്കൾ കൊലവിളി തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് ഇടതുപക്ഷക്കാരനായതുകൊണ്ട് രക്ഷപ്പെടാമെന്നാണോ? നവീൻ ബാബുവും കുടുംബത്തോടെ ഇടതുപക്ഷക്കാരനായിരുന്നു, എന്നിട്ടും അവരെ കൊന്നു തിന്നില്ലേ ഇവറ്റകളെന്ന് പച്ചയ്ക്ക് തുറന്നെഴുത്ത്. പങ്കുവച്ച പോസ്റ്റ് തൊട്ടു പിന്നാലെ ഹാരിസ് പിൻവലിച്ചത് CPM പേടിയിലായിരിക്കാം. ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള വ്യക്തിയിൽ സത്യസന്ധതയും ധാർമ്മിക ബോധവും, ചെയ്യുന്ന ജോലിയോട് കൂറും സമൂഹത്തോട് ആത്മാർത്ഥതയും ഉണ്ടായിപ്പോയാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് ശ്രീ നവീൻ ബാബുവും ഡോക്ടർ ഹാരിസും എന്നതാണ് തുറന്നടിച്ചിരിക്കുന്നത്. സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള അഞ്ജു പാർവതി പ്രഭീഷാണ് ഇങ്ങനൊരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇവിടുത്തെ പിഴച്ചുപോയ വ്യവസ്ഥിതിയിൽ ആത്മാഭിമാനം, സ്വത്വബോധം, മനസാക്ഷി, കറപുരളാത്ത സർവീസ് റെക്കോർഡ് എന്നിവ അധികപ്പറ്റാണ്, അല്ല കൊടിയ പാവമാണ്. അതുള്ളത് കൊണ്ടാണ് നവീൻ ബാബുവിന് മുറിവേറ്റ മനസ്സുമായി ഈ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടി വന്നത്. സ്വന്തം പ്രൊഫഷനോട് അങ്ങേയറ്റ കൂറും ആത്മാർത്ഥതയും ഉള്ളത് കൊണ്ടാണ് ജീവനെ പോലെ സ്നേഹിച്ച സർക്കാർ ഡോക്ടർ പദവി ഡോക്ടർ ഹാരിസിന് ഉപേക്ഷിക്കാൻ തോന്നിയത്. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് സാർ. പണ്ട് പാടിപ്പതിഞ്ഞു പോയ ആ മാവേലി നാടിന്റെ നേരെ ഉൾട്ടയാണ് ഇന്നത്തെ കേരള നാട്, പ്രത്യേകിച്ച് അധികാര കേന്ദ്രങ്ങളിൽ. എങ്ങും കള്ളവും ചതിയും കള്ളത്തരങ്ങളും പൊളിവചനങ്ങളും മാത്രം. എവിടെയും കള്ളക്കോൽ വയ്പും അഴിമതിയുടെ കള്ളപ്പറകളും മാത്രം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടുത്തെ 100% ലിറ്ററസിക്ക് മീതെ കൂടെ ഒരു കപ്പലാടി ഉലഞ്ഞു പോകുന്നുണ്ട്. ജനങ്ങളുടെ നെഞ്ചത്ത് കൂടി ആടി ഉലഞ്ഞു പോകുന്ന ആ കപ്പലിന് ഒരു കപ്പിത്താനുമുണ്ട്. അധികാരധാർഷ്ട്യം കൊണ്ട് ദിശാബോധം തെറ്റിയ ആ കപ്പൽ ഒടുക്കം പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്തിടിച്ച് കയറി നിന്നപ്പോൾ മുങ്ങിപ്പോയത് ജനക്ഷേമമായിരുന്നു, ജനാധിപത്യമായിരുന്നു. ഒരു പുരോഗമന നവോത്ഥാന കേരളത്തിൽ കൈക്കൂലി വാങ്ങാത്ത, ആരുടെയും ഔദാര്യത്തിനു വേണ്ടി സ്വന്തം നട്ടെല്ല് വളയ്ക്കാത്ത ഒരു സർക്കാർ ജീവനക്കാരന്റെ ജീവിതവും സർവീസ് സ്റ്റോറിയും കല്ലും മുള്ളും മാത്രം നിറഞ്ഞ പാതയിലൂടെയുള്ള കുത്തനെ താഴോട്ടുള്ള ഇറക്കമാണ്. അതിപ്പോൾ ADM ആയാലും യൂറോളജി വകുപ്പ് തലവനായിട്ടുള്ള ഡോക്ടർ ആയാലും ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ഉറുപ്പിക പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല എങ്കിൽ അയാൾ വർഗവഞ്ചകനും കുലംകുത്തിയുമാകും. താൻ വാങ്ങുന്ന ശമ്പളത്തിന് അനുസരിച്ചുള്ള സേവനം പാവം രോഗികൾക്ക് കിട്ടണം എന്ന് സേവന തൽപരൻ ആയൊരു ഡോക്ടർ ആഗ്രഹിച്ചു പോയാൽ അതിനേക്കാൾ വലിയൊരു പാവം ഇന്ന് കേരള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഇല്ല എന്നുള്ളതാണ്. ഡോക്ടർ ഹാരിസും നവീൻ ബാബുവും സമൂഹത്തോട് അടയാളപ്പെടുത്തുന്നത് ഇതാണ്. ഈ നെറുകെട്ട സിസ്റ്റത്തിൽ നന്മയുള്ള നല്ലൊരു ഹൃദയം ഉണ്ടായിപ്പോയതാണ്, അഴിമതി ഇല്ലാത്ത സർവീസ് സ്റ്റോറി ഉണ്ടായിപ്പോയതാണ്, ചെയ്യുന്ന ജോലിയോട് കൂറും ആത്മാർത്ഥതയും ഉണ്ടായിപ്പോയതാണ് ഏറ്റവും വലിയ പാതകമെന്നും. ഈ കപ്പൽ ഇങ്ങനെയാണ് സാർ. മുങ്ങി താണുപോയ ഈ കപ്പലിൽ നിന്നുള്ള ചാട്ടം ഇനി ഹൈ റിസ്ക് ആണ് സാർ. ഭീകരമായിട്ടുള്ള ഒരു മഞ്ഞുമലയുടെ അങ്ങേയറ്റത്തെ മൂലയിലുള്ള ഏറ്റവും ചെറിയൊരു മഞ്ഞിന്റെ തുണ്ടാണ് ഡോക്ടർ ഹാരിസിൽ നിന്ന് വെളിപ്പെടുത്തൽ. മഞ്ഞുമല ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അപകടകരമായിട്ടുള്ള കെടുകാര്യസ്ഥതയുടെയും ഉത്തരവാദിത്വമില്ലായ്മയുടെയും ജീവനെടുക്കുന്ന അനാസ്ഥയുടെയും രൂപത്തിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയിട്ടുള്ള രോഗികൾക്ക് അതിനാൽ തന്നെ ആ വെളിപ്പെടുത്തൽ ഒരു പുതുമയല്ല. അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു ശീലിച്ച ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിവിശേഷമാണ് അതെല്ലാം. ഈ മണ്ണിലെ പുഴുക്കൾക്ക് ഇവിടെ ഇതിലും നല്ലൊരു സ്ഥാനം ഉണ്ടല്ലോ എന്ന് മനസ്സുകൊണ്ട് പദം പറയാതെ അവിടെ നിന്നും ഇറങ്ങാൻ കഴിയില്ല പല രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എന്നതാണ് ഒരു വാസ്തവം. ബസ് സ്റ്റാൻഡിലെ കഫർട്ട് സ്റ്റേഷനുകളിലെ പുഴുത്തുനാറിയ പബ്ലിക് ടോയ്ലറ്റുകൾ എത്രയോ ഭേദമാണ് എന്ന് തോന്നും നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ മെഡിക്കൽ കോളേജ് ടോയ്ലറ്റുകളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ. ലിഫ്റ്റിൽ കയറിയാൽ അത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുമോ അതോ പരലോകത്തെത്തുമോ എന്നറിയാൻ കഴിയില്ല. അങ്ങനെ രോഗി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ എത്ര സംഭവങ്ങളാണ്. ഇടത് കൈയുടെ പ്രശ്നത്തിന് വലത് കൈക്ക് സർജറിക്ക് ശേഷം വയറിനുള്ളിൽ മറന്നു വയ്ക്കുന്ന കത്രികകൾ തുടങ്ങി അനാസ്ഥകളുടെ നമ്പർ 1 പദവി. നികുതി പണം പോക്കറ്റിലാക്കി കുടുംബസമേതം കോട്ടും സൂസുമിട്ട് ഫോറിൻ ടൂർ നടത്തുന്ന ഏമാന്മാർ.
അവർക്ക് ഒരു ജലദോഷപ്പനി വന്നാൽ പോലും അമേരിക്കയിൽ എത്തിയാലേ ആവി പിടിക്കൂ എന്ന വാശിയുള്ളപ്പോൾ അതേ നികുതി കൊടുക്കുന്ന പൗരന്മാർ എന്ന കാറ്റഗറിയിൽ വരുന്ന മനുഷ്യർ സർക്കാർ ആശുപത്രിയിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ട് മനം മടുത്തിട്ടാണ് ഡോക്ടർ ഹാരിസ് ആ പോസ്റ്റ് ഇട്ടത്. അതിൽ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട് നമ്പർ 1 ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും കൃത്യവിലോപവും. ഒപ്പം തള്ളിമറിക്കുന്ന ആരോഗ്യമന്ത്രിയുടെ വകുപ്പ് പാവങ്ങളോട് കാട്ടുന്ന അനാസ്ഥയുടെ നേർചിത്രവുമുണ്ട്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടയിലും കൂലിയെഴുത്ത് മാധ്യമപ്പടയുടെ പരിലാളനയിലുമായി തഴച്ചു വീർത്ത വലിയൊരു എയർ ബലൂൺ മാത്രമാണ് നമ്പർ 1 ആരോഗ്യ കേരളം. കിറ്റുകൾക്ക് മേൽ വീണു പോയിട്ടുള്ള ഒരു ജനതയ്ക്ക് രോഗം വരുമ്പോൾ ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. പകരം ആ PR ബലൂൺ നോക്കി കാലനെയും കാത്തുകിടക്കാം.